അസ്സലാമലൈക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല പരിപാടികൾ, പിന്നെ മൊത്തത്തിലൊരു അവധിയുള്ള ദിവസമാണ്. കല്യാണങ്ങളുണ്ട്, അങ്ങനെ മറ്റു പല പരിപാടികളും ഒഴിവാക്കിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഉഷാറ് കുറവുണ്ടാവും. ചിലവർ കല്യാണം കഴിഞ്ഞ് ചോറയിച്ച് ഒന്ന് പെരയെ സുഖമായി കിടന്ന് ഉറങ്ങാൻ വിചാരിച്ച് ഇങ്ങനെ വന്നായിക്കാരം. അപ്പോൾ അത് മുടക്കി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടാണ്. ചിലവർ കല്യാണം മുടക്കി, മറ്റു പരിപാടികൾ മുടക്കി. അപ്പോൾ കുറേ കാര്യങ്ങൾ മുടക്കിയിട്ട്, കളികൾ മുടക്കിയിട്ട് നമ്മൾ ഈ വൈകുന്നേരം സമയത്ത് ഈ ഒരു പരിപാടി വെച്ചതിന്റെ ഉദ്ദേശം എന്താ എല്ലാവർക്കും അറിയൂ? എന്തിനാണ് ഈ പരിപാടി ഇങ്ങനെ വെച്ചിരിക്കണെന്ന്? അല്ലെങ്കിൽ ഈ കാംസ് ക്ലബൊക്കെ രൂപീകരിച്ചിട്ട് അതിന്റെ കീഴിൽ കുറെ സമാജങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്ന കുറച്ച് പരിപാടികൾ വെച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയോ? 4 സമാജങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സമാജത്തിന് വരുന്നത്. അപ്പോ ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോ ഇതുപോലത്തെ വേദികൾ പലതും ഇല്ലാണ്ടിരിക്കുകയാണ്. അതായത് സ്കൂളുകളാകട്ടെ അല്ലെങ്കിൽ മദ്രസകളിലും ഇത്തരം സമാജ വേദികളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സന്ദർഭമാണ്. കാരണം പല കുട്ടികളും നിലവില് ഫോണുകളിൽ അല്ലെങ്കിൽ അത്തരം വിനോദ കാര്യങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഫോണുകളുടെ അഡിക്ഷൻ ആയിട്ട് കുട്ടികൾ പോകുന്നു, അല്ലെങ്കിൽ തന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് അങ്ങനെയുള്ള ഒരു കാലത്തിലാണ് ഇപ്പോ നമ്മളെ ഈ യുവത്വം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തില് നമ്മളെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള പല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പാട്ട് പാടാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രസംഗം പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ കഥ പറയാനാണെങ്കിൽ, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഗെയിമുകളിലൂടെ അല്ലെങ്കിൽ ഈ ഫോണുകളിലൂടെ അല്ലെങ്കിൽ മറ്റു വിനോദ കളികളിലൂടെ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോ ആ ഒരു കഴിവുകളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. പാട്ട് പാടാനാണെങ്കിലും പ്രസംഗിക്കാനാണെങ്കിലും മറ്റേത് കഴിവാണെങ്കിലും അതിനെ ഉയർത്തി കൊണ്ടുവന്നിട്ട് ഒരു ഇത്തരം ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഒരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ച് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെല്ലാവരും ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ കാംസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ സമാജത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് കാംസ് ക്ലബിന്റെ പ്രസിഡന്റ് നബുഹാനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ഷംനാസ് മൂക്കുത്തലയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പരിപാടിയെ വേണ്ട രീതിയിൽ വിജയിപ്പിക്കാനും പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി നബുഹാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.